ഗൺമാൻ രാജ് നവകേരള സദസ്സ് തുടങ്ങാൻ പോകുന്നു എന്ന കേട്ടപാടെ വ്യാജ വാർത്തകളുടെ അണക്കെട്ട് തുറന്നതാണ് മനോരമ. അന്നന്ന് ജനത്തിരക്ക് കൂടുന്ന കണ്ട് മനോനില തെറ്റിയ മനോരമയുടെ ഇന്നത്തെ തൊണ്ടകീറിയുള്ള അലമുറയാണിത്. അവരുടെ ലീഡ് വാർത്ത മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് കാണാൻ വേണ്ടി ഇതാ ആ കാഴ്ച എന്ന് പറഞ്ഞ് ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. എന്താ ഒരു പത്രധർമ്മം! അങ്ങിങ്ങ ചില യൂത്ത് കോൺഗ്രസ്സുകാർ നവകേരള ബസ്സിന് മുന്നിൽ ചാടി വീണ് അടികൊള്ളുന്ന കണ്ട് നെഞ്ചു പൊട്ടിയിട്ടാണ് മനോരമ പത്രധർമ്മം അണപൊട്ടി ഒഴുകിയത്. ഏതായാലും നിങ്ങൾ ഗവൺമെന്റ് ഉത്തരവാദിത്തത്തെ ചോദ്യം ചെയ്യുകയില്ലേ? ഇതിനുള്ള മറുപടി നിങ്ങളുടെ തന്നെ സിംഗം, അതായത് പുറത്ത് കോൺഗ്രസും അകത്ത് സംഘീയമായ സുധാകരൻ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞത് ഒന്ന് പൊടി തട്ടിയെടുത്താലോ? ഈ നാൽപ്പാടി വാസു കൊന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഈ നാൽപ്പാടി വാസുവല്ലാതെ മറ്റൊരാളെ പേര് പറയാൻ പറ്റും? നാൽപ്പാടി വാസുവിനെ കൊന്നതല്ല, എന്റെ ഗൺമാൻ വെടിവെച്ചതാ എന്നെ രക്ഷിക്കാൻ. എന്റെ ഗൺമാൻ അകലേക്ക് വെടിവെച്ചപ്പോ ദൂരെ നിന്ന് ഇത് നോക്കിക്കാണുന്ന വാസുവിന് വെടികൊണ്ടതാ. ഇപ്പോൾ നിങ്ങളെല്ലാം ശ്രമിച്ചോ വെക്കും. പിന്നെ അപ്പൊ ഗവൺമെന്റ് സർക്കാർ തന്നത് എന്നെ ആക്രമിക്കുമ്പോ എന്നെ രക്ഷിക്കാനാണ്. അങ്ങനെയല്ല ഗവൺമെന്റ് വെച്ചിട്ടുണ്ട്. 1993 മാർച്ച് 4-നാണ് നാൽപ്പാടി വാസുവിനെ കെ സുധാകരന്റെ ഗൺമാൻ വെടിവെച്ചു കൊന്നത്. ഇതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള സിംഗത്തിന്റെ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഗൺമാൻ തോക്ക് കൊടുത്തിരിക്കുന്നത് ഉമ്മ വെക്കാനല്ല, വെടിവെക്കാനാണ് എന്നാണ് സിംഗത്തിന്റെ വാദം. ഗൺമാന്റെ ഡ്യൂട്ടിയെ കുറിച്ച് പറയുമ്പോൾ എന്താ ഒരു ആവേശം! ഇന്നത് തിരിച്ചടിയാകുമെന്ന് പാവം കുമ്പക്കുടിയും മനോരമയും ഓർത്തില്ല കേട്ടോ. ആ സുധാകരൻ പ്രസിഡന്റായ കോൺഗ്രസിന്റെ നേതാക്കളാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ നടു റോഡിൽ പാഞ്ഞെടുത്ത യൂത്ത് കോൺഗ്രസുകാരെ അർഹിക്കുന്ന വിധം കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ ഫോട്ടോയ്ക്കിട്ട് മനോരമ മൂങ്ങുന്നത്. നവകേരള സദസ്സിന് നേരെ വ്യാപക അക്രമം അഴിച്ചുവിടുന്നത് കാണാൻ മനോരമയ്ക്ക് കണ്ണില്ല, മൂക്കില്ല, ചെവിയില്ല, ഒരു ഉണ്ടയില്ല. കേരളത്തിലെ ഏറ്റവും ക്രൂരമായ പോലീസ് തേർവാഴ്ച ഉണ്ടായതെല്ലാം കോൺഗ്രസ് ഭരണകാലത്താണെന്ന് കേരളം മറന്നിട്ടില്ല. ആന്റണിയുടെ ഭരണകാലത്ത് മുത്തങ്ങയിൽ ആദിവാസികളെ വെടിവെച്ചു കൊന്ന സംഭവത്തോട് അന്ന് വനം വകുപ്പ് മന്ത്രിയായിരുന്ന കെ സുധാകരൻ പ്രതികരിച്ചത് ഇതൊരു മെസ്സേജ് ആണെന്നാണ്. ഇതിന്റെ വീഡിയോയും ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി മനോരമ ആപ്പീസിന്റെ തലയ്ക്ക് മുകളിൽ വന്ന് വീഴാൻ അധിക സമയം വേണ്ടി വരില്ല. പിന്നെ ആ ഗൺമോന്റെ ഗൺരാജ് മനോരമ മറന്നിട്ടില്ലല്ലോ അല്ലേ? ആ സുവർണ ചാണ്ടിക്കാലം കണ്ടത്തിൽ തറവാട്ടിലെ പിള്ളേർക്ക് ഇടയ്ക്കിടെ തികട്ടി വരും. അപ്പോൾ ഗൺരാജ് എന്നൊക്കെ പുറത്തിയാടും. സോളാർ അഴിമതിയും ഇക്കിളി കഥകളും ഭൂമി തട്ടിപ്പുമൊക്കെ മുഖമുദ്രയായി മാറിയ ഭരണകാലത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഗൺമാനായിരുന്ന സലീം രാജിനെയും അയാൾ നടത്തിയ കൊള്ളരുതായ്മകളും കേരളം മറന്നിട്ടില്ല. ഇനി അത് പ്രത്യേകം പറഞ്ഞ് മനോരമയെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ടോ? പഴയ താളുകളൊക്കെ ഒന്ന് തപ്പി നോക്ക്. ആരാണ് ഈ സലീം രാജ് എന്ന ഹൈക്കോടതിയുടെ ചോദ്യം മനോരമയിലും നീണ്ടു നിവർന്ന് അങ്ങനെ കിടപ്പുന്നുണ്ടാവും. ഓർമ്മയിലുണ്ടോ കോടതിയുടെ ചോദ്യശരങ്ങൾ? സലീം രാജ് ആരുടെയെങ്കിലും ബിനാമിയാണോ? വെറും കോൺസ്റ്റബിൾ മാത്രമായ ഇയാൾക്ക് ഇത്രയും പണം എവിടെ നിന്ന് വന്നു? DGPക്ക് ഈ കോൺസ്റ്റബിളിനെ പേടിയാണോ? അങ്ങനെ എന്നാ ചോദ്യമൊക്കെയാണ് കോടതിയിൽ നിന്ന് കേട്ടത്. മാത്രമോ, ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഈ ഗൺമാന്റെ ഫോൺ സംഭാഷണ രേഖകൾ ഹാജരാക്കാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടപ്പോൾ അന്നത്തെ അഡ്വക്കേറ്റ് ജനറൽ തന്നെ നേരിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ പോയി സ്റ്റേ വാങ്ങി. ഇതൊക്കെയായിരുന്നില്ലേ മനോരമയെ ഗൺരാജ്? ആ സുവർണ ചാണ്ടിക്കാലം കടന്നു പോയതിന്റെ മനോവിഷമമാണ് ഈ മനോരോഗികൾ എഴുതി തീർക്കുന്നത് എന്നറിയാം. പക്ഷെ ഉളുപ്പില്ലായ്മയ്ക്കും ഒരു പരിധിയുണ്ട്.